ആകൂതിയുടെ കഥ അത് ചുരുക്കി പറഞ്ഞു. ആകൂതിയെ ഋഷി പ്രജാപതി വിവാഹം കഴിച്ചു. യജ്ഞം ദക്ഷിണാമൂന്ന് 2 കുട്ടികളുണ്ടായത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. 3 പെൺകുട്ടികളെ കഥ പറഞ്ഞു. പിന്നെ ആൺകുട്ടികളിൽ പ്രിയവതൻ ഉത്താനപാദൻ അല്ലേ, അതിൽ ഉത്താനപാദൻ്റെ കഥയാണ് എന്നെ ആദ്യം പറഞ്ഞത്. ഉത്താനപാദൻ്റെ കഥ പറയുമ്പോഴാണ് ധ്രുവൻ്റെ കഥ പറഞ്ഞത്. ധ്രുവൻ്റെ ചെറിയമ്മയായിട്ടുള്ള സൂര്യയുടെ കുത്തുവാക്ക് കേട്ട് തപസ്സിന് ഏർപ്പെടുന്നതും 6 മാസത്തെ തപസ്സോട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. നാരദ മഹർഷിയാണ് മന്ത്രോപദേശം ചെയ്തത്. നാരദ മഹർഷി മന്ത്രോപദേശം കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. എത്ര അക്ഷരം ഉണ്ടാകും മന്ത്രത്തിൽ? ഇങ്ങോട്ടുണ്ടോ? 12 അക്ഷരം. അതായത് ദ്വാദശാക്ഷരി മന്ത്രം പറയും. ഭാഗവതത്തിനും 12 സ്കന്ധങ്ങളാണ്. അപ്പോൾ ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം ഈ ഓം നമോ ഭഗവതേ. അതാണ് എല്ലാ അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ 12 അക്ഷരങ്ങളെ മന്ത്രമാണ് നാരദന് ഉപദേശിച്ചു കൊടുത്തത്. ഈ മന്ത്രം ജപിച്ച് ധ്രുവൻ 6 മാസം തപസ് ചെയ്തപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷമായി. ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതി വളരെ ഗംഭീര സ്തുതി. ആ സ്തുതിയിലും 12 ശ്ലോകമാണ്. ധ്രുവൻ്റെ സ്തുതിയും 12 ശ്ലോകമാണ്. അതിൽ ആദ്യം ഈ ഒന്ന പ്രവിശ്യ മമ ആജന്യമാം സന്ധിവേത്തഖിലശക്തി നരസ്വധാമ്ന അന്യാംശ ഹസ്തചരണ ശ്രവണത്വകാദി പ്രാണനമോ ഭഗവതേ പുരുഷായതുല്യം. ആരാ സ്തുതിച്ചത്? യോ അന്തപ്രവേശ്യ, ഏതൊരാളാണോ അതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് മമ വാചമിമാം പ്രസുപ്ത, എൻ്റെ വാക്കിനെയും മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നതാണ്. 12 ശ്ലോകം അത് തന്നെ പറയാനുണ്ട്. എത്ര പറഞ്ഞാലും ചെയ്യില്ല. എൻ്റെ അർത്ഥം ഗംഭീര ശ്ലോകങ്ങളാണ്. ശരിക്ക് 12 രത്നങ്ങളെ പോലെയാണ് ഈ 12 ശ്ലോകം എന്നാണ് വ്യാഖ്യാനം എന്ന് പറയാം. ഈ 12 ശ്ലോകം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ വേദാന്തം മുഴുവൻ അതിലുണ്ട്. അപ്പോൾ 5.5 വയസ്സ് താഴെയായിട്ടുള്ള കുട്ടിക്ക് ഈ സ്തുതി അല്ലാതെ കഴിവ് ആര് കൊടുത്തു? ഏതൊരു ഈശ്വരനാണോ ഉള്ളിലിരുന്ന് പ്രവർത്തിപ്പിച്ചത് ആ ഈശ്വരനെ നമസ്കരിക്കുന്നതാണ്. ധ്രുവൻ തിരിച്ചു വരുന്നത്. പിന്നെ ഉത്താനവാദൻ്റെ അവസരം പോയി. പിന്നെ ധ്രുവൻ്റെ രാജ്യക്കാരൻ. ധ്രുവൻ രാജ്യം ഭരിക്കുന്ന കാലത്താണ് യക്ഷന്മാരായിട്ട് യുദ്ധം ഉണ്ടായത്. പിന്നെ ഈ ധ്രുവൻ്റെ ചരിത്രം പ്രദേശസുഖ സത്യാഗ്രഹത്തിൽ പാടിയെന്ന് പറഞ്ഞപ്പോഴാണ് ആരാണ് പ്രദേശസുഖെന്ന് ധരിക്കുകയാണ്. ഇപ്പോഴും പ്രദേശസുഖ എന്ന് പറഞ്ഞു. പിന്നെ ആ കൂട്ടത്തിലാണ് പൃഥുവിൻ്റെ കഥ പറഞ്ഞത്. പിന്നെയാണ് പുരഞ്ജൻ്റെ കഥ പറഞ്ഞത്. 4ാമത്തെ സ്കന്ധത്തിലെ 4 കഥകളാണ്. ആദ്യം ലക്ഷ്യയാഗം, പിന്നെ ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം. 4 കഥയല്ലേ? 4 കഥകളാണ്. ആദ്യം 4 കഥ 4 പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്ന കഥയാണത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. വേറൊരു അർത്ഥമുണ്ട്. ദക്ഷിയാഗം കഥ ഒരു സ്ത്രീയുടെ കഥയാണ്, സതിയുടെ കഥയല്ലേ. ധ്രുവചരിതം ഒരു കുട്ടിയുടെ കഥയാണ്. പൃഥുചരിതം ഒരു യുവാവിൻ്റെ കഥയാണ്. പുരഞ്ജനോപാഖ്യാനം വൃദ്ധൻ്റെ കഥയാണ്. പുരഞ്ജനോപാഖ്യാനത്തിലാണ് വിചിത്രമായിട്ട് കഥ പറയാം. അതൊരു പരോക്ഷമായിട്ട് പറയുന്നൊരു കഥയാണ്. എന്താ വെച്ചാൽ പ്രാചീന പരിസ്ഥിതി രാജാവ്, ധ്രുവൻ്റെ വംശത്തിൻ്റെ രാജാവാണ് പ്രാചീന പരിസ്ഥിതി. ഇദ്ദേഹം കർമ്മടനായിരുന്നു. കർമ്മടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? കർമ്മത്തിലാണ് ശ്രദ്ധ. തത്വം എന്ന് പറഞ്ഞിട്ടില്ല. കർമ്മം ഇങ്ങനെ ചെയ്തിരിക്കുക, പൂജ ചെയ്തിരിക്കുക, യാഗം ചെയ്യുക. ഇതിങ്ങനെ നിരന്തരം യാഗം ചെയ്യുക. ഒരു യാഗം കഴിഞ്ഞ് അടുത്ത യാഗം നടന്നു. അദ്ദേഹം തന്നെ പറയണു, ഞാൻ യാഗത്തിന് ഉപയോഗിച്ചിരുന്ന ദർഭപ്പുല്ലുണ്ടായിരുന്നെങ്കിൽ ഭൂമിക്കൊരു പന്തലിടായിരുന്നു. അത്രയും ദർഭപ്പുല്ല്. അതാണ് പ്രാചീന പരിസ്ഥിതി. കിഴക്കോട്ട് തലയാക്കി പുല്ലുപിടിക്കുന്ന ആളെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനം ഉപദേശിച്ചാൽ അത് മനസ്സിൽ പതിയില്ല. കാരണം യാഗശാലയിൽ ഇരുന്നിരുന്ന് പുക പിടിച്ചു പോയി. അപ്പോൾ നാരദ മഹർഷി ഒരു കഥാരൂപത്തിൽ തത്വം പറഞ്ഞു കൊടുക്കണം. വിചിത്രമായിട്ടുള്ള കഥയാണ്. ഞാനിവിടെ പറഞ്ഞു നിർത്താം. 2 കൂട്ടുകാരും കൂടി ഒരു യാത്ര പുറപ്പെട്ടു എന്ന കഥ. 2 കൂട്ടുകാർ. അതിലൊരാളുടെ പേര് വിജ്ഞാതൻ, മറ്റൊരാളുടെ പേര് അവിജ്ഞാതൻ. പേര് മറക്കരുത് കേട്ടോ. ഒരാൾ വിജ്ഞാതൻ, മറ്റൊരാൾ അവിജ്ഞാതൻ. ഇവരിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ ഈ 2 പേരുടെയും സ്വഭാവം തമ്മിൽ യോജിപ്പില്ല. വിജ്ഞാതന് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല, പോരാന്നേ ഉള്ളൂ. അവിജ്ഞാതൻ അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും തൃപ്തിയുള്ള ആളാണ് അവിജ്ഞാതൻ. സന്തോഷം, എന്ത് കിട്ടിയാലും കുഴപ്പം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരാളാണ് അവിജ്ഞാതൻ. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളൊന്ന് കൂട്ടുകൂടിയാൽ ശരിയാവില്ല, തിരിയാന്നായി. അവിജ്ഞാതൻ ഏതോ വഴിക്ക് പോയി, വിജ്ഞാതൻ വേറെ വഴിക്ക് പോയി. വിജ്ഞാതൻ ഓരോ സ്ഥലത്ത് തന്നെ താമസിക്കുക, അവിടെ ശരിയല്ല, വേറെ സ്ഥലത്തേക്ക് പോകും, ഒരു കെട്ടിടം പണിയും. അപ്പോൾ ആ കെട്ടിടം ശരിയല്ല, അതിൻ്റെ വാതിൽ അപ്പുറത്തേക്ക് വയ്ക്കണം, ജനാൽ എപ്പുറത്താക്കണം, അത് പൊളിക്കും, വീണ്ടും കെട്ടിടം പണിയും. ഇങ്ങനെ അനേകം കെട്ടിടങ്ങൾ പണിത് പല സ്ഥലത്തും താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുരഞ്ജൻ എന്ന് പേര് വന്നു. അപ്പോൾ വിജ്ഞാതൻ്റെ ഇപ്പോഴത്തെ പേരെന്താ? വിജ്ഞാതനാണിപ്പോൾ പുരഞ്ജനായത്. പുരങ്ങളെ ജനിപ്പിക്കുന്ന ആളെന്നർത്ഥം.
അങ്ങനെ സഞ്ചരിച്ച ഞാൻ ചുരുക്കി പറയാട്ടോ, വലിയ കഥയാണ്, 2-3 അധ്യായത്തിൽ പറയുന്ന കഥയാണ്, 4 അധ്യായം ഉണ്ടാക്കണ്ട. അങ്ങനെ പുരഞ്ജനെ സഞ്ചരിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് വന്നു അത്രേ. ഹിമാലയത്തിൻ്റെ തെക്കേ ഭാഗത്ത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ പേര് ചോദിച്ചാൽ നവമുഖി എന്നാണ് പേര്, നവമുഖി. ആ കൊട്ടാരത്തിൻ്റെ പരിസരം നല്ല ഒരു ഉദ്യാനമുണ്ട്, മനോഹരമായിട്ടൊരു സ്ഥലം, ഗംഭീര കൊട്ടാരവും. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇതാണ് ഞാൻ അന്വേഷിച്ചു വന്ന കൊട്ടാരം, ഇതുപോലൊരു കൊട്ടാരത്തിൽ താമസിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് ആരാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നടക്കുമ്പോഴാണ് ആ കൊട്ടാരത്തിൻ്റെ പരിസരത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ഇത് ആരാന്ന് മനസ്സിലായില്ല. ഇദ്ദേഹം അവളോടൊക്കെ ചെന്ന് ചോദിച്ചു, നീ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു. അവൾ പറഞ്ഞു, നീ പേരില്ല, എത്ര വയസ്സായി, അത് അറിഞ്ഞൂടാ, അച്ഛനാരാ അറിഞ്ഞൂടാ, അമ്മ ആരാ അറിഞ്ഞൂടാ, പിന്നെ എന്താ അറിയാം, ഈ കൊട്ടാരത്തിലാണ് ഞാൻ താമസം എനിക്കറിയാം, അത്ര അറിയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത് അല്ലേ, എനിക്കും ഈ കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, താമസിക്കണമെന്ന് വിരോധമില്ല, പക്ഷെ എന്നെ വിവാഹം കഴിക്കും. സമ്മതമാണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു 100 വട്ടം സമ്മതം. ഇതൊന്നും ഭാഗ്യവരട്ടി പോലെയല്ലേ, ഈ കൊട്ടാരം പെൺകുട്ടി എല്ലാം കൂടി കഴിയുന്നത് വേണ്ടില്ലേ. അത് പറഞ്ഞ് സമ്മതിക്കാൻ വരട്ടെ, ഒരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചോളാം, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ താമസിച്ചാൽ മതി എന്നായി. അങ്ങനെ വിവാഹ കരാറൊക്കെ ഒപ്പിട്ട് 2 പേരും കൂടെ താമസമായി. ഇദ്ദേഹത്തിനാണെങ്കിൽ പരമസുഖമാണ്, കാരണം ഒന്നും അന്വേഷിക്കേണ്ട, അന്തപുരത്തിൽ തിന്നാൽ മതി, എന്താഗ്രഹമുണ്ടെങ്കിലും സാധിപ്പിച്ചു കൊടുക്കും. കൊട്ടാരത്തിന് ചുറ്റും 10 കാവൽക്കാരുണ്ട്. ഉറങ്ങാത്തൊരു സർപ്പമുണ്ട്, സദാസമയം ഉണർന്നിരിക്കുന്ന സർപ്പം. എന്തെങ്കിലും അനക്കം കേട്ടാൽ അപ്പം സർപ്പം ജയിച്ചു വരും. 5 പേരുള്ള സർപ്പമാണ്. 10 പട്ടാളക്കാരുണ്ട്. സുരക്ഷിതമായിട്ടുള്ള കൊട്ടാരം. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും അന്വേഷിക്കേണ്ട, എല്ലാം അത് സാധിപ്പിച്ചു കൊടുക്കും. സുഖമായിട്ട് ഇങ്ങനെ കഴിയാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, കാലത്ത് എഴുന്നേറ്റ് വടക്കോട്ട് തിരിഞ്ഞിരുന്നാൽ കിഴക്കോട്ട് തിരിഞ്ഞ് അവിടെ വന്നിട്ട് വേണം. എന്താ പറയുക, അവളോട് ചോദിക്കേണ്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിരി വന്നാൽ ചിരിക്കാൻ പറ്റില്ല. അവളോട് ചോദിക്കും, ഞാൻ ചിരിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അത് സംബന്ധിച്ച് ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ അടിമയായിട്ട് കഴിയാം. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മടുത്തു, ബോറടിക്കാന്ന് പറയില്ലേ. ഇതൊരു നായാട്ടിന് പോയി, അവരോട് ചോദിക്കാതെ നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ ഇവളാകെ എന്താ പറയുക, ക്രോധാകാരത്തിലാണ്. ക്രോധാകാരം എന്ന് പറഞ്ഞാൽ രാമായണത്തിലൊക്കെ ഉണ്ടല്ലോ, കൈകയിൽ ക്രോധാകാരത്തിൽ കിടന്ന് പറയുന്നത്. കരച്ചിൽ വന്നാൽ കിടക്കാൻ്റെ മുറി. പഴയ കാലത്തൊക്കെ കൊട്ടാരം പണിയുമ്പോൾ കരയാൻ്റെ മുറി ഉണ്ടാക്കത്തില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും എല്ലാ മുറിയും കരയാണെന്ന് പറയാൻ. എന്നാലും അവസാനമുള്ള സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ജീവിതം, കുട്ടികളായി, അവരുടെ കുട്ടികളായി വലിയൊരു കുടുംബമായി. ആ കാലത്താണ് ചില ശത്രുക്കൾ ആ കൊട്ടാരത്തിനെ ആക്രമിച്ചു വരുന്നത്. കുറേ കാലം പിടിച്ചു വന്നു. അവസാനം കൊട്ടാരം തകർന്നു. ഈ ശത്രുക്കൾ വന്ന് ഇദ്ദേഹത്തിനെ പിടികൂടി, ഇദ്ദേഹത്തിനെ കൊന്നു. മരിക്കുന്ന സമയത്ത് പുരഞ്ജനി എന്ന് പറഞ്ഞാണ് മരിച്ചത്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നത്. മലയധ്വജൻ ഒരാളെ വിവാഹം കഴിച്ചു. പിന്നെ ആ മലയധ്വജൻ മരിച്ചപ്പോൾ മലയധ്വജൻ്റെ ശരീരം എടുത്ത് ചിതയിൽ വെച്ച് ഇവിടെ ചിതയിലേക്ക് ചാടാൻ ഭാവിച്ചപ്പോൾ ഒരാൾ പുറകിൽ ഒന്ന് തൊട്ട് വിളിച്ചിരുന്നു, എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് മരിച്ചു കിടക്കുന്നത്, ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഞാനും മരിക്കാൻ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വൈദർഭിയാണ്, വിദർഭരാജാവിൻ്റെ മകളാണ്, ഇതെൻ്റെ ഭർത്താവ് മലയധ്വജനാണ്. അപ്പോൾ നീ ആരാന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, കഴിഞ്ഞ എന്നത് ഞാൻ പുരഞ്ജനായിരുന്നു ഓർമ്മ വന്നു. എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. നല്ലോണം സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ്, അല്ല നമ്മൾ പഴയ കൂട്ടുകാരനല്ല അവിജ്ഞാതൻ, നമ്മൾ ഒരുമിച്ചല്ലേ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ 2 പേരും കൂടി ഹംസങ്ങളായിട്ട് മാനസദേശത്തേക്ക് പറഞ്ഞു പോയിട്ട് കഥയാണ്. അതിൻ്റെ അർത്ഥം ഒരു അധ്യായം മുഴുവൻ അർത്ഥം പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? 9 കോവിലുള്ള കൊട്ടാരം, പുരഞ്ജനും എന്നൊക്കെ പറഞ്ഞാൽ, പുരഞ്ജൻ എന്ന് പറഞ്ഞാൽ ജീവൻ, പുരഞ്ജനി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ജീവൻ ബുദ്ധിയുടെ അടിമയായിട്ട് 9 കോവിലുള്ള കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടാണ്. 9 കോവിലുള്ള കൊട്ടാരത്തിലെ ശരീരം അല്ലേ. കിഴക്കോട്ടൊരു കോവിലുണ്ട്, മുഖ്യ എന്നാണ് എൻ്റെ പേര്, അതാണ് മായ. നളിനി മൂന്ന് 2 കോവിലുണ്ട്, 2 മൂക്ക്. ഖദ്യോത ആവർമുഖി 2 കണ്ണ്. പിതൃഹോ ദേവഹോ 2 ചെവി. ഇപ്പോൾ എത്ര കോവിലായി? കിഴക്കോട്ട് 5 കോവിലം. വായ, 2 മൂക്ക്, 2 കണ്ണ്, 2 ചെവി. ഇപ്പോൾ 5 × 7 ആയില്ലേ. പിന്നെ 2 വിസർജന ദ്വാരങ്ങൾ, 9 കോവിലുള്ള കൊട്ടാരത്തിലെ ശരീരം. ഈ ശരീരത്തിൽ ജീവൻ ബുദ്ധിയുടെ അടിമയാണ്. ബുദ്ധി എന്ത് പറയണോ അതേ ജീവൻ ചെയ്യുള്ളൂ. ശരീരത്തിലിരിക്കുമ്പോൾ ബുദ്ധി പറയുന്നത് ജീവൻ പ്രവർത്തിക്കുള്ളൂ. ഒരാളെ കാണുമ്പോൾ ചിരിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? ബുദ്ധി ഇരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, ബുദ്ധി ഇരിക്കണ്ടെന്ന് പറഞ്ഞാലോ. ഇപ്പം നമ്മുടെ ബുദ്ധി പറയണില്ലേ, അറിയാതായി എണീക്കാറായി ബുദ്ധി പറയണ്ടേ, ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കും, കുറച്ച് കഴിഞ്ഞാലോ ബുദ്ധി പറഞ്ഞാൽ നമ്മളനുസരിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ബുദ്ധിയുടെ അടിമയായിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ആ ബുദ്ധിയുടെ പിടിയിൽ നിന്ന് മോചനം നേടണമെന്ന് പറഞ്ഞത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധിപ്പിക്കുന്ന സാധനമാണ് ബുദ്ധി.
അതിന് നാലാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം പറഞ്ഞ കഥയാണ് കുഞ്ഞൻ്റെ കഥ. പിന്നെ പ്രിയവ്രതൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഭൂഗോളവർണ്ണനം കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ സ്കന്ധത്തിലാണ്. നമുക്ക് നാളെ സമയം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നാലാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ കഥയാണ് കുരങ്ങനെ ബാക്കിയാണ്. അതുവരെയൊക്കെ നമ്മൾ ശ്രമിച്ചത്. ബാക്കി നാളെ ഇപ്പോൾ എത്രയായിരുന്നു പറഞ്ഞ അധ്യായത്തിൽ 9ാമത്തെ അധ്യായം ഭരതൻ്റെ ഋഷിയുടെ വരുന്നത്. നാളെ നോക്കാം. നാളെ നോക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ